വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എന്നറിയാലോ. 78.81 ജില്ലയിലെ ആകെ പോളിംഗ്. അവിടെ നിന്നും എം കമൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. കമൽ, ഗുഡ് മോർണിംഗ്. ഓരോ ജില്ലകളുടെയും വിശേഷങ്ങൾ, വിശകലനങ്ങൾ അങ്ങനെ അന്വേഷിച്ചു വരുന്നു. അതിനിടയിൽ നമുക്ക് വയനാട്ടിലേക്ക് വരാതിരിക്കാൻ കഴിയില്ലല്ലോ. വയനാട് എന്തുകൊണ്ടും നിർണായകമായ ഒരു സ്ഥലമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ജനങ്ങൾ ബൂത്തിലേക്ക് എത്തിയ സമയമായിരുന്നു ഇത്. എങ്ങനെയാണ് വിലയിരുത്താനാവുക മൊത്തത്തിൽ ഈ പോളിംഗ് ശതമാനവും വോട്ടിംഗ് പാറ്റേണും? മോത്തി പറഞ്ഞതുപോലെ മികച്ച പോളിംഗ് ശതമാനമാണ് വയനാട്ടിലും രേഖപ്പെടുത്തിയത്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. വയനാട്ടിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ്, അതുപോലെ കോൺഗ്രസിൻ്റെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ ഭവന പദ്ധതി എല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതാണ്. ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിട്ട, ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളുണ്ടായ ശ്രുതിയുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം അവസാന ഘട്ടത്തിൽ ചർച്ചയായി. സുൽത്താൻ ബത്തേരിയിൽ NM വിജയൻ്റെ ആത്മഹത്യ, കോൺഗ്രസ് നേതാവ് NM വിജയൻ്റെ ആത്മഹത്യ അവസാന ദിവസങ്ങളിൽ ചർച്ചയായി. അത്തരത്തിൽ വയനാട്ടിലെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ കൽപ്പറ്റയാണ്. 80.35% ആണ് കൽപ്പറ്റയിലെ പോളിംഗ്. കൽപ്പറ്റയാണ് വയനാട്ടിലെ ഏക ജനറൽ സീറ്റും. കൽപ്പറ്റ നിലവിൽ UDFിൻ്റെ സീറ്റാണ്. ടി സിദ്ദിഖ് കഴിഞ്ഞ തവണ 5000 വോട്ടിന് വിജയിച്ച സീറ്റാണ്. ഇത്തവണ LDF പരീക്ഷിച്ചത് RJD സ്ഥാനാർത്ഥിയായ PK അനിൽകുമാറിനെയാണ്. LDF അവകാശപ്പെടുന്നത് കൽപ്പറ്റയിൽ LDFിന് അനുകൂലമായ ഒരു വികാരമുണ്ട്. കാരണം അനിൽകുമാർ തോട്ടം മേഖലയിൽ ഒക്കെ സ്വാധീനമുള്ള സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല കഴിഞ്ഞ 5 വർഷം കാര്യമായ വികസനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് സാധ്യതയുണ്ടെന്ന അവകാശവാദമാണ് LDF കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ വലിയ ഭൂരിപക്ഷത്തിന് ടി സിദ്ദിഖ് വിജയിക്കും എന്നാണ് കൽപ്പറ്റയിൽ UDF അവകാശപ്പെടുന്നത്. കാരണം ടി സിദ്ദിഖ് 5 വർഷം കൊണ്ട് മണ്ഡലത്തിൽ അത്രയധികം സ്വാധീനമുണ്ടാക്കി. മാത്രമല്ല സർക്കാരിനെതിരായ വികാരവും ഒക്കെ സിദ്ദിഖിന് വലിയ ഭൂരിപക്ഷം നൽകുമെന്ന് പറയുന്നു. വയനാട്ടിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന മറ്റൊരു മണ്ഡലം മാനന്തവാടിയാണ്. രാഷ്ട്രീയമായി UDFിന് ഏറെ മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് LDFിലെ OR കേളുവാണ്. കഴിഞ്ഞ 2 വർഷത്തോളം അദ്ദേഹം മന്ത്രിയായിരുന്നു സർക്കാരിൽ. ഇത്തവണയും OR കേളുവിന് എതിരായ വികാരങ്ങളൊന്നും മണ്ഡലത്തിലില്ല. പക്ഷേ രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയെ മറികടക്കുമെന്ന അവകാശവാദമാണ് UDF ഉന്നയിക്കുന്നത്. മുസ്ലിം ലീഗൊക്കെ വളരെ സജീവമായിരുന്നു പ്രചാരണത്തിൽ. അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥി ഉഷ വിജയൻ വിജയിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് UDF കേന്ദ്രങ്ങൾ. മറുപക്ഷത്ത് പക്ഷേ LDF പറയുന്നത് രാഷ്ട്രീയമായ വോട്ടുകൾ കൊണ്ടൊന്നും OR കേളുവിൻ്റെ ജനപ്രീതിയെ മറികടക്കാൻ കഴിയില്ല. OR കേളു ഹാട്രിക് വിജയം നേടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF ഉള്ളത്. മൂന്നാമത്തെ മണ്ഡലം സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി അവസാന നിമിഷം വരെ വിവാദങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ NM വിജയൻ്റെ കുടുംബം അവിടെ ഉപവാസമിരിക്കുന്ന സാഹചര്യമുണ്ടായി. ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഉറപ്പില്ലാത്തൊരു മണ്ഡലം എന്ന രീതിയിൽ പറഞ്ഞിരുന്നത് സുൽത്താൻ ബത്തേരിയാണ്. സിറ്റിംഗ് MLA 3 തവണ വിജയിച്ച IC ബാലകൃഷ്ണനെ മാറ്റും എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു. പക്ഷേ ഒടുവിൽ IC ബാലകൃഷ്ണൻ തന്നെ UDF സ്ഥാനാർത്ഥിയായി. LDFിൻ്റെ പ്രതീക്ഷയും അതുതന്നെയാണ്. കോൺഗ്രസിൻ്റെ അകത്ത് IC ബാലകൃഷ്ണനെതിരെ വലിയൊരു വികാരമുണ്ട്. പ്രത്യേകിച്ച് മുള്ളൻകൊല്ലി, പുൽപ്പള്ളി തുടങ്ങിയ ശക്തി കേന്ദ്രങ്ങളിൽ IC ബാലകൃഷ്ണനെതിരായി UDFിൽ നിന്ന് തന്നെ വോട്ടുകൾ വീഴും എന്ന പ്രതീക്ഷ LDF പങ്കുവെക്കുന്നു. മികച്ച പോളിംഗ് തന്നെയാണ് വയനാട്ടിലും ഉള്ളത്. വളരെ വിശദമായി തന്നെയാണ് കമൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാക്കി തന്നത്.